നമസ്കാരം. നമസ്കാരം. ഈ ജോഷി മഹാത്മ എന്ന പേര് ഇങ്ങനെ ചാനൽ ഷോകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. ഇന്നിപ്പോൾ നമ്മൾ ഇടുക്കിയിലെ സേനാപതിയിൽ വെച്ചാണ് കാണാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളത്. വളരെ സന്തോഷം. എത്ര കാലമായി നമ്മൾ ഈ ഫീൽഡിലൊക്കെ വന്ന് തുടങ്ങിയിട്ട്? 25-26 ആയിട്ടുണ്ട്. 25-26 വർഷങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏത് ട്രൂപ്പിൻ്റെ കൂടെയായിരുന്നു മുമ്പ് മുതൽ? ആദ്യം ഞങ്ങൾ കൊച്ചിൻ ലാഫ് എന്ന് പറഞ്ഞ ട്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ലാഫ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴത്തെ നമ്മുടെ പാഷാൻ ഷാജി പിന്നെ വേറെ 2 സുഹൃത്തുക്കൾ ഇതൊക്കെയാണ് തുടങ്ങിയത്. പിന്നെ മഹാത്മ എന്ന് പറഞ്ഞ ട്രൂപ്പിൽ പോയി. ആ മഹാത്മ എന്ന ട്രൂപ്പിൽ എന്നെ കൊണ്ടുപോയി ഇപ്പോഴത്തെ ഫിലിം ഡയറക്ടറായ ജയരാജ് വിജയനാണ്. അവിടെ വെച്ച് ആ ട്രൂപ്പിൽ നിന്നപ്പോൾ പുള്ളി നിർദ്ദേശിച്ച പേരാണ് നീ തൊട്ട് ജോഷി മഹാത്മ പേരിനൊപ്പം മഹാത്മ ചേർന്ന സംഭവം അതാണ്. മഹാത്മാഗാന്ധി, മഹാത്മാ ഏങ്കാളി, പിന്നൊരു മഹാത്മ ജോഷി. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞെങ്കിൽ ഞാനിപ്പം ഇന്നിപ്പോൾ വരുന്നതിന് രാവിലെ തന്നെ ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ മഹാത്മ അടിക്കുമ്പോൾ ഗാന്ധിജി വരുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് ജോഷിയുടെ പേരുകളെന്ന് പറഞ്ഞത്. അപ്പോൾ മാഷ ഇപ്പം എന്ത് ഐറ്റങ്ങളാണ് ചെയ്യുന്നത്? കൂടുതൽ നേരത്തെ സ്റ്റാറൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അതിനകത്ത് ടേക്ക് ഓഫ് ആയത് മഴവിൽ മനോരമയിലെ കോമഡി ഫെസ്റ്റിവൽ എന്ന പ്രോഗ്രാമിലൂടെ. അതിൽ ടീമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ, നമ്മുടെ പാഷാണം, പിന്നെ അന്തരിച്ച കൊല്ലം സുധി, പിന്നെ രാജേഷ് പറവൂർ എന്ന് പറഞ്ഞ ഞങ്ങൾ, പിന്നെ ഒരു ജിഷോ ഉണ്ട്, അവനിപ്പോൾ മറുതല ഗ്രൂമറാണ്. അപ്പോൾ ഞങ്ങൾ 5 പേരായിരുന്നു. ഞങ്ങളായിരുന്നു ആ വർഷത്തെ പ്രോഗ്രാം വിൻ ചെയ്തത്. സ്വദേശം എവിടെ? ശരിക്കും സ്വദേശം എറണാകുളം ജില്ല, തൃപ്പൂണിത്തുറ ഉദയംപേരുവാണല്ലേ. നമ്മൾ ഇത്ര വർഷക്കാലമായിട്ട്, അതായത് 4 നൂറ്റാണ്ട് കാലമായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്നു. ഒരുപാട് അവിസ്മരണീയമായ മുഹൂർത്തങ്ങളിലൂടെയല്ലേ ശരിക്കും കടന്നു പോയിട്ടുള്ളത്? എന്തെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ അങ്ങനെയുള്ള നമുക്ക് മറക്കാനാവാത്ത സംഭവങ്ങളൊക്കെ? സ്റ്റേജ് ഷോയിൽ സംഭവിച്ചതാണ്. സ്റ്റേജ് ഷോയിൽ സംഭവിച്ച കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു സ്കിറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ സ്കിറ്റ് അവതരിക്കാൻ പോകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീനാണ്. അപ്പോൾ അറസ്റ്റ് ചെയ്യാനായിട്ട് അറസ്റ്റ് വാറണ്ടായിട്ട് ഒരു കടലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യം ഇതാണ്, SI വണ്ടി ചോദിക്കുന്നത് നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അവൻ ചോദിക്കും വാറണ്ട് എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ ഈ കടലാസ് ഇതാണ് വാറണ്ട്, എന്നിട്ട് അറസ്റ്റ് ചെയ്യേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ സ്കിറ്റ് കയറും മുമ്പ് അവൻ്റെ കൊടുത്തിട്ട് പറഞ്ഞിടാ, ആർട്ടിസ്റ്റിൻ്റെ പേര് ഞാൻ പറയണില്ല, ഇതാട്ട വാറണ്ട്. ഓക്കെ എന്ന് പറഞ്ഞ് വാറണ്ട് മേടിച്ച് പുള്ളി ജീൻസിൻ്റെ പോക്കറ്റിലിട്ട്. അതിൻ്റെ മേലിലാണ് പിന്നീട് പുള്ളി പോലീസിൻ്റെ കോസ്റ്റ്യൂമും ബെൽറ്റും ഇതിട്ടത്. അപ്പോൾ ജീൻസിൻ്റെ പോക്കറ്റിലാണ് വാറണ്ട് കിടക്കുന്നത്. നേരെ ചെന്ന് പോലീസിൻ്റെ ഇതൊക്കെ ബെൽറ്റൊക്കെ ഇട്ട് ഇഞ്ച് ചെയ്തിരിക്കുകയാണല്ലോ. ചെന്ന് നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ചോദിക്കുന്നു വാറണ്ട് എവിടെ? പുള്ളി വാറണ്ട് കിട്ടണമല്ല, വാറണ്ട് ജീൻസിൻ്റെ ഒക്കെ ഇല്ല, മേലിൽ പാൻറ് ഉണ്ട്, പോലീസിൻ്റെ കാക്കി ഡ്രസ്സ് ഉണ്ട്. എന്ത് ചെയ്യുന്നറിയാം, വാച്ച് അഴിച്ചിട്ട് വാറണ്ട് കിട്ടുന്നവരെ ഈ വാച്ച് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒറ്റ പോക്ക്. അതൊരു കോമഡിയായി മാറി ശരിക്കും. സ്ക്രിപ്റ്റിലില്ലെങ്കിലും നല്ലൊരു കോമഡിയിലേക്ക് എത്തിച്ചല്ലേ. ഇപ്പം നമ്മൾ സിനിമാ മേഖലകളിലെല്ലാം ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. ഏതെല്ലാം ഫിലിമുകളിൽ ഫിലിമിൽ ആദ്യത്തെ ഫിലിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്തരിച്ച നമ്മുടെ ഗുരുതുല്യനായ സിദ്ദിഖ് സാറിൻ്റെ പടം വരുന്നു, ഭാസ്കർ റാസ്കൽ. പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ ഫുക്രി, അതിലെനിക്ക് നല്ലൊരു വേഷം അദ്ദേഹം തന്നു, പ്രൊഫസർ രാധേഷ് എന്ന് പറഞ്ഞ വേഷം. പിന്നെ AK സായൻ സാറിൻ്റെ പുതിയ നിയമം, വള്ളിക്കുട്ടിലെ വെള്ളക്കാരൻ, ക്യാപ്റ്റൻ, വെള്ളം, പിന്നെ അങ്ങനെ നിരവധിയായിട്ടുണ്ടല്ലോ. 13 പടങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ. ഇപ്പോൾ സ്വന്തം സുജാത എന്നും പറഞ്ഞൊരു സീരിയലിൽ ആണി ആശാരി എന്നും പറഞ്ഞൊരു നല്ലൊരു ക്യാരക്ടർ ചെയ്തു. പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെ പോകണം. പിന്നെ ഒരു പുഞ്ചിരി ട്രാവൽസ്, ഇങ്ങനെ സീരിയലൊക്കെ വളരെ കുറച്ച് കിട്ടുന്നുണ്ട്. എന്നാലും കൂടുതൽ TV ഷോകളിൽ പോകണം. ഇപ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ പലരോടായി ചോദിച്ചപ്പോഴും, അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങളിൽ സെർച്ച് ചെയ്യുമ്പോഴെല്ലാം പല പ്രോഗ്രാമുകൾക്കിടെയും രചയിതാവ് ഈ ജോഷി മഹാത്മ എന്ന മഹാനായ വ്യക്തിയാണ്. ശരിക്കും എങ്ങനെയാണ് ശരിക്കും കോമഡി കണ്ടൻറ്റുകളൊക്കെ നമ്മൾ കണ്ടെത്തുന്നത്? കോമഡി കണ്ടൻറ്റുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം വിശ്വസിക്കുന്നത് ഏറ്റവും വലിയ കലാകാരൻ ദൈവമാണെന്ന് വിശ്വസിക്കുന്നത്. അത് ആളുകളോട് ഭയങ്കര, പിന്നെ അത്യാവശ്യം വായിക്കുക ചെയ്യുന്ന ആളെയാണ്. കാരണം വെച്ചാൽ കുഞ്ഞുനാളിലോട്ട് എനിക്ക് പുസ്തകങ്ങളോട് ഭയങ്കര കമ്പമായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് വായനശീലമൊക്കെ ഒന്ന് കുറഞ്ഞത്. അപ്പോൾ പുസ്തകങ്ങൾ ഒരുപാട് ഞാൻ വായിക്കും. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1000 പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുസ്തകം എഴുതാമെന്നാണ് പഠിച്ചേക്കുന്നത്. അപ്പോൾ പത്രം ഒരു 2-3 പത്രമെങ്കിലും ഒരു ദിവസം വായിക്കും. പിന്നെ അഥവാ എന്തെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിലും പഴയ പത്രമെങ്കിലും എടുത്ത് തിരിച്ചും മറിച്ചും അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. വായന എന്ന് വെച്ചാൽ ഭയങ്കര എനിക്ക് എൻ്റെ ഒരു ഹോബിയല്ല, എൻ്റെ ദൗർബല്യമാണത്. പിന്നെ അങ്ങനെ ഇരിക്കും. പിന്നെ ജനങ്ങളോട് ഇടപഴകുമ്പോൾ പലരുടെയിൽ നിന്നും പല സംഭവങ്ങൾ കിട്ടും. അത് നമ്മളൊരു റൂട്ടാക്കി ക്രോഡീകരിച്ച് കൊണ്ടുവരുമ്പോൾ ഒരു സ്കിറ്റാകും. അങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരു ആനുകാലിക പ്രസക്തമായൊരു വിഷയത്തിൽ നിന്നായിരിക്കും അല്ലേ കണ്ടെത്തുന്നത് അല്ലേ. നമ്മുടെ ആകാശവാണിയിലെ ന്യൂസ് എഡിറ്ററും അനൗൺസറുമായ ഗോപൻ സാറുണ്ട്.
അദ്ദേഹമാണ് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്ന് പറഞ്ഞ നമ്മളിപ്പോൾ ടി വി ഓൺ ചെയ്താലും ശരി, സിനിമാ തിരുത്തിയും ശരി, ഓപ്പണിംഗ് ആയിട്ട് വരുന്നൊരു പരസ്യമാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ചിലയിടത്ത് ചാര, ചിലയിടത്ത് പുക. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? സിഗരറ്റ് വലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഗോൾഡിന് 10 രൂപ, വിൽസിന് 15 രൂപ. ചാർമിനാർ ഇപ്പോൾ കിട്ടാനില്ല. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? സോറി. നമുക്ക് വളരെ ആദരണീയ ഒരു വ്യക്തിയായിരുന്നു. കലാകാരനെന്നുൾപ്പെടെ ഒരു നല്ലൊരു മനുഷ്യസ്നേഹിയായിരുന്നു അന്തരിച്ച ഞങ്ങളുടെയൊക്കെ മണിച്ചേട്ടൻ. ഇത് മണിച്ചേട്ടനപ്പോൾ ഞാൻ ഒരു 3 സ്റ്റേജ് ചെയ്തിട്ടുള്ളൂ. ഞാൻ മലപ്പുറത്ത് എവിടെ നിന്നാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഒരു പ്രോഗ്രാമാണ്. മണിച്ചേട്ടനാണ് ആ പ്രോഗ്രാം പിടിച്ചേക്കുന്നത്. സ്കിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളെ വിളിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്രീൻ റൂമിൽ നിൽക്കുമ്പോൾ ആ അമ്മയുടെ രൂപം എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഒരു വണ്ണം കുറഞ്ഞ് ഒരു സെറ്റ് സാരി എടുത്തൊരു അമ്മ, ഒരു പെൺകുട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവരെന്താ ഇവിടെ നിൽക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്നാലും നോക്കുന്നുണ്ട്, ഇവർക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, എന്തിനാണ് ഗ്രീൻ റൂമിൽ വന്ന് നിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ മണിച്ചേട്ടൻ ഇറങ്ങി നിന്നിട്ട് ആ അമ്മയുടെ കയ്യിൽ ഒരു 1 ലക്ഷം രൂപ കൊടുത്തു പെൺകുച്ചിൻ്റെ കല്യാണം നടത്താനായിട്ട്. പക്ഷെ നല്ലവരൊന്നും പെട്ടെന്ന് നിർത്തില്ല. ഇത്ര നല്ല മനുഷ്യനായിരുന്നല്ലോ. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ അല്ലേ ഇതുപോലെ തന്നെ പൈസകളും കാര്യങ്ങളെല്ലാം പിന്നെ ലഭിച്ചുകൊണ്ട് ചികിത്സാ സഹായങ്ങൾ ഒരുപാട് നൽകുമായിരുന്നു. നമുക്ക് വേറൊരു വിഷമമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോഴും മനസ്സിൽ അത് റിക്കവറാകാതെ നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ ബഹുമാനപ്പെട്ട ഒരു സുഹൃത്തു കൂടിയായിരുന്നു സുബി. പിന്നെ എൻ്റെ ചങ്കെന്ന് പറയുന്ന കൊല്ലം സുബി. സുബി സുരേഷും കൊല്ലം സുബി. സുബി സുരേഷും കൊല്ലം സുബി. ഇതിൽ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ രണ്ടുപേരും നമുക്ക് വേർപെട്ടത് നമുക്ക് ഭയങ്കര വേദന തന്നെയാണ്. അത് ഒരു കാരണവശാലും നമുക്കത് മറക്കാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ പറയേണ്ടെങ്കിൽ നമുക്ക് സുബിയെക്കുറിച്ചേ പറയാൻ പറ്റുള്ളൂ. അവർക്ക് സുബി എൻ്റെ അത്രക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. കരിച്ച ഞങ്ങൾ ജോഷിക്കുട്ടാന്നേ വിളിക്കുള്ളൂ. സുബിയുടെ വീട്ടിൽ പറഞ്ഞ ഒരുപാട് കോമഡികളുണ്ട്. ഒരുപാട് കോമഡികളുണ്ട്. ഈ നമ്മുടെ കൊല്ലം സുധിയായിട്ട് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുണ്ടല്ലേ? അതുപോലെ തന്നെ കോമഡി TV പരമ്പരകളിലുണ്ടാവും അല്ലേ? ഞങ്ങൾ മനോരമയിൽ വെച്ചാണ്, മഴവിൽ മനോരമയിൽ വെച്ചാണ്. അതിനു മുമ്പ് പരിചയമുണ്ട്. ഞങ്ങൾ പിന്നെ സ്റ്റേജിൽ ഒരുമിച്ച് ഇന്നത് മഴവിൽ മനോരമയിൽ വെച്ചാണ്. പിന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പാസ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ട്രിപ്പ് വന്നു നമ്മുടെ ദുബായിലെ അൽനാസറിൽ. അപ്പോൾ എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി മാത്രം അയച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് പാസ്പോർട്ട് പിന്നെ കിട്ടി. അപ്പോൾ വെരിഫിക്കേഷന് പോലീസുകാർ വീട്ടിൽ വരും. അപ്പോൾ ഞാൻ ഷൂട്ടിലേക്ക്, അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു, ജോഷിയല്ലേ അതെ എന്ന് പറഞ്ഞു. അതെ, വെരിഫിക്കേഷന് വീട്ടിൽ വന്നിരുന്നു, ആളെ കണ്ടില്ല. ഞാൻ പറഞ്ഞ സാറേ ഞങ്ങളുടെ ആർട്ടിസ്റ്റാണ്, ഒരു കാര്യം നാളെ രാവിലെ പോലീസ് സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞു. ശരി, ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന അപ്പോൾ ഷൂട്ട് കഴിഞ്ഞപ്പോൾ 2 മണിയായി. ഞാൻ രാവിലെ ചെല്ലാമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ റൂമിൽ കിടക്കണി. അപ്പോൾ സുധി ചോദിച്ചു, നീ എന്താ കിടക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടാ ഞാൻ ഇന്ന് ഉറങ്ങണില്ല. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രാവിലെ സ്റ്റേഷനിൽ ചെല്ലുക. കാര്യം മറ്റേ ആ ഷോയ്ക്ക് സുധിയുണ്ട്. സുധി എന്നോട് പറഞ്ഞു, ജോഷിക്കുട്ടാ നീ കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ നിന്നെ വിളിച്ചെണീപ്പിക്കുമെന്ന് പറഞ്ഞു. എടാ വേണ്ട കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനെന്താ ബാത്റൂമിൽ നിന്ന് ബക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിൽ വെള്ളം നിറച്ച കാലൊക്കെ മുക്കിയിട്ടാണ് ഞാനിങ്ങനെ TV കണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് സുധി കയറി വന്നത്. എന്നോട് പറഞ്ഞു, നീ കിടന്ന് ഉറങ്ങിക്കോ, ഞാനുണ്ട്, ഞാൻ നോക്കിക്കോളാം, നീ കിടന്ന് ഉറങ്ങിക്കോന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി അവിടെ ഇരുന്നിട്ട് എന്നെ മടിയിൽ പുള്ളി തലവെപ്പിച്ച് പിന്നെ കിടത്തി. എനിക്ക് 6 മണിക്ക് പോകേണ്ടതാണ്. കാക്കനാട എന്നുണ്ട് റൂം. കാക്കനാട തൃപ്പൂണിത്തുറ ഒരു 15 മിനിറ്റ് മതി. ഞാൻ എണീക്കുമ്പോൾ 11 മണി. ഞാൻ നോക്കുമ്പോൾ സുധിയുടെ മടിയിൽ ഞാൻ തലവെച്ച് കിടക്കുന്നുണ്ട്. സുധി ഇങ്ങനെയും കിടക്കുന്നുണ്ട്. ഞാൻ ചാടിയിട്ട് ഒരു ചവിട്ടും കൊടുത്തു. കാണിച്ച് എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു പോയി. കാര്യം വെച്ചാൽ അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല, അവനും ഉറങ്ങിപ്പോയി. എന്നോടുള്ള ആത്മാർത്ഥം കൊണ്ടായിരിക്കും, എന്നെ ഞാൻ ഉറക്കം നിൽക്കണമെന്ന് എഴുതിയിട്ടായിരിക്കും അവൻ പറഞ്ഞത്, നീ ഉറങ്ങിക്കോന്ന് പറയും. പക്ഷേ മനുഷ്യൻ്റെ കാര്യമില്ല, അവനും ഉറങ്ങിപ്പോയി. പക്ഷെ എന്തായാലും ശരി, ഭംഗിയായിട്ട് ആ യാത്ര നടന്നു, ഒരു തടസ്സമില്ലാതെ യാത്ര നടന്നു. ഈ വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യം കേട്ടോ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഫീൽഡിൽ നിറഞ്ഞു നിൽക്കുന്ന, അതായത് കുട്ടികളോട് പോലും ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നൊരു പേരാണ് പാഷാണ് സാജി. അതെ 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 അല്ലേ? ശരിക്കും അദ്ദേഹത്തിൻ്റെ പേര്
സാജു നവോദയാണ് അല്ലേ? അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ക്രിപ്റ്റുകളും കാര്യങ്ങളും ചെയ്തിട്ടില്ലേ? തീർച്ചയായും. അദ്ദേഹമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെറുപ്പത്തിൽ ഒരുമിച്ചാണ് മിമിക്രിയിൽ വന്നത്. എൻ്റെ വീടും സാജുവിൻ്റെ വീടും അടുത്തടുത്താണ്. അപ്പോൾ വീടിൻ്റെ അടുത്ത് ഒരു പയ്യനുണ്ട്. അപ്പോൾ മനോരമ വെച്ച് രണ്ടുപേരുടെ ഈ ഗ്രൂമേഴ്സ് ഉണ്ട്. അപ്പോൾ ടീമുകൾ സ്കിറ്റ് കൊണ്ടുവരുമ്പോൾ രണ്ടും തമ്മിൽ കൂട്ടിയിടിക്കരുത്. അപ്പോൾ ഞങ്ങളുടെ സ്കിറ്റും വേറൊരാളുടെ സ്കിറ്റും തമ്മിൽ ഒരു സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ അവർ സമ്മതിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമുക്ക് കയ്യിൽ സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതെന്ന് പറഞ്ഞ് പോകുന്നു. ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ആളുണ്ട്. അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല. പുള്ളി ഇത്തിരി ഒരു നമ്മൾ ആ വാക്ക് ഉപയോഗിക്കാമെന്ന് എനിക്കറിയില്ല, എന്നാലും ഇത്തിരി ഒരു ഭിന്നശേഷിക്കാരനാണ് പുള്ളി. വീടിൻ്റെ അടുത്ത് തന്നെയാണ് ആമയുടെ അമ്പലം. ഇവനെ കണ്ട ഭയങ്കര ജെൻറ്റില്ല, ഹൈറ്റൊക്കെ ഉണ്ട്. റോഡ് സൈഡിലൊക്കെ വഴിവക്കിലൊക്കെ വന്നിരിക്കും. അന്ന് ആമയുടെ അമ്പലം ഞായറാഴ്ച അമ്പലത്തിൽ തൊഴാൻ വന്നവർ ചോദിക്കും, ഓനെ ആമയുടെ അമ്പലം ഇവിടെ നിന്ന് ചോദിക്കും. ചിലപ്പോൾ ആമയുടെ അമ്പലം തെക്കാണെങ്കിൽ അവൻ വടക്കോട്ട് കൈ ചൂട്ടും. അപ്പോൾ അവർ വടക്കോട്ട് പോകും. അവൻ ചൂണ്ടുന്നതാണ് അവൻ ദിക്ക്. അത് ആളുകളെ വഴിതെറ്റിച്ച് വിടുന്നത്. അതിൽ നിന്ന് കിട്ടിയ ഒരു കഥാപാത്രമാണ് പാഷാൺ ഷാജി അല്ലേ? ആദ്യം അതിനെ ഉഡായിപ്പ് ബിജു എന്നാണ് ഇടാൻ പോയത്. ഈ പാഷാൺ ഷാജി എന്ന പേര് എഴുതുന്നത് പാലാരിവട്ടം PG റോഡില്ല സരോഷ് എന്ന് പറഞ്ഞ സരോഷിൻ്റെ സ്റ്റുഡിയോയിൽ വെച്ചാണ് പാഷാൺ ഷാജി എന്ന് പറഞ്ഞ ടൈറ്റിൽ വന്നത്. പാഷാൺ ഷാജി എന്തായാലും അത് ഗംഭീരമായി. സാജു നവോദയയുടെ പേര് വരെ മാറിപ്പോയി. ഇപ്പം എവിടെയായാലും ഒരു പ്രോഗ്രാമിന് പോയ നോട്ടീസിൽ വരെ പാഷാൺ ഷാജി എന്ന പേരേ ഉള്ളൂ അല്ലേ? നമുക്കും വളരെ സന്തോഷമുണ്ട്. വീട്ടിലെ അച്ഛനമ്മ, വൈഫ്, മോള്, പിന്നെ ചേട്ടനും പെങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ മാറിയിട്ട് താമസിക്കുന്ന വൈഫ് പെങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഭാര്യയുടെ പേരെന്താണ്? ഭാര്യയുടെ പേര് കല. മോളുടെ പേര് ഒരു മോളാണ്, 9th പഠിക്കുന്നു. മോളുടെ പേര് ആകാംക്ഷ ജോഷി. പുതിയ പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ് ഇപ്പം നിലവിലുള്ളത്? ഇപ്പം നമ്മുടെ ചാനൽ പ്രോഗ്രാമായിട്ട് ഒരു സീരിയൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ വേറെ ഒന്നും ഇപ്പോൾ തൽക്കാലം നിലവിലില്ല. പിന്നെ ഫിലിമിൻ്റെയൊക്കെ ഈ കോമഡി സീക്വൻസ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ടൊക്കെ പോകും. അത് പല ഡയറക്ടേഴ്സും വിളിക്കും. പക്ഷെ നമ്മുടെ പേര് വരില്ലെന്ന് മാത്രം. ഓ അങ്ങനെയാണല്ലേ? നമുക്ക് റെമ്യൂണറേഷൻ തരുമോ വരും, പക്ഷെ നമ്മുടെ പേര് വരില്ല. അതെ. എന്തായാലും മലയാളികളെ ചിരിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിലെ വ്യത്യസ്തനായ ഒരു വ്യക്തി, പ്രിയപ്പെട്ട ജോഷി മഹാത്മയോടൊപ്പം ഇത്ര നേരം ഈ നമ്മുടെ ചെറിയ ചാനലിന് വേണ്ടിയിട്ട് നിന്നിൽ തന്നെ വളരെ സന്തോഷവും നന്ദി അറിയിക്കുകയാണ്. പിന്നെ എന്നോടും നിങ്ങൾ ഇത്രയും സഹകരിച്ച, പിന്നെ ഇങ്ങനത്തെ ഒരു ചാനലിന് മുമ്പിൽ കൊണ്ടുവന്ന നിങ്ങളോടും എൻ്റെ ആത്മാർത്ഥമായ നന്ദിയും കടപ്പാടും അറിയിച്ചു. താങ്ക് യു.